നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നീ പോ മോനെ ദിനേശ എന്ന് രേവന്ത് റെഡ്ഡിയും ഡാഷ് മോനെ നിനക്കുള്ള മറുപടി വരുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും പറഞ്ഞ് അത് വലിയ വിവാദമായ സംഭവമൊക്കെ നമുക്കറിയാവുന്നതാണ്. ഇപ്പോൾ ഇതാ ആ വിവാദങ്ങൾക്ക് പിന്നാലെ രേവന്ത് റെഡ്ഡി മുഖ്യമന്ത്രി പിണറായി വിജയന് കത്തയച്ചിരിക്കുകയാണ്. കത്തിലെ ആവശ്യം ഇതാണ്: ലോക്സഭാ സീറ്റുകളുടെ എണ്ണം കൂട്ടാനുള്ള കേന്ദ്ര നീക്കത്തിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പിന്തുണ തേടിയാണ് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി കത്തയച്ചത്. ലോക്സഭാ സീറ്റുകളുടെ എണ്ണം കൂട്ടാനുള്ള കേന്ദ്ര നീക്കത്തെ എതിർക്കണമെന്നാണ് രേവന്ത് റെഡ്ഡി കത്തിലൂടെ ആവശ്യപ്പെടുന്നത്. പതിറ്റാണ്ടുകളായുള്ള തെക്ക് വടക്ക് വേർതിരിവ് ആഴത്തിലാക്കാനുള്ള നടപടികളാണ് നടക്കുന്നത്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ഇതിനെതിരെ ഒന്നിച്ചു നിൽക്കണമെന്നും രേവന്ത് റെഡ്ഡി കത്തിലൂടെ ആവശ്യപ്പെട്ടു. നമുക്കറിയാവുന്ന പോലെ തന്നെ തിരഞ്ഞെടുപ്പ് സമയത്ത് പിണറായി വിജയനും രേവന്ത് റെഡ്ഡിയും തമ്മിൽ വലിയ രീതിയിലുള്ള പോരാട്ടമായിരുന്നു, വലിയ വിവാദമായ പോരാട്ടമായിരുന്നു ഇരുവർക്കുമിടയിൽ ഉണ്ടായിരുന്നത്. ഇതിന് പിന്നാലെയാണ് ഒന്നിച്ചു നിൽക്കണമെന്ന് ആവശ്യപ്പെട്ട് രേവന്ത് റെഡ്ഡിയുടെ കത്ത് വരുന്നത്. UDF സ്ഥാനാർത്ഥി KS ശബരിനാഥിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തിയതായിരുന്നു രേവന്ത് റെഡ്ഡി കേരളത്തിൽ. സിനിമാ ഡയലോഗ് അനുകരിച്ച് പിണറായി വിജയനെതിരെ നീ പോ മോനെ വിജയ എന്ന് പറഞ്ഞിരുന്നു. ഇതിന് വിജയന്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞുവെന്നും കേരളത്തിൽ UDF അധികാരം പിടിക്കുമെന്നുമായിരുന്നു രേവന്ത് റെഡ്ഡിയുടെ പരിഹാസം. ഇതിന് ഡാഷ് മോനെ രേവന്ത മറുപടി പിന്നാലെ വരുന്നുണ്ട് എന്നായിരുന്നു പിണറായി വിജയന്റെ മറുപടി. എന്തായാലും അതേ രേവന്ത് റെഡ്ഡി, പിണറായിയുടെ എക്സ്പയറി കഴിഞ്ഞു എന്ന് പറഞ്ഞ അതേ രേവന്ത് റെഡ്ഡിയാണ് ഈ വിഷയത്തിൽ അങ്ങയുടെ ഒരു പിന്തുണ വേണമെന്ന കത്തുമായിട്ട് ഇപ്പോൾ പിണറായി വിജയന്റെ പിന്തുണ തേടി രംഗത്ത് വന്നിരിക്കുന്നത്. എന്തായാലും നീ പോനെ വിജയ എന്ന് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ പരാമർശത്തിനെതിരെ അസഭ്യ പ്രയോഗമായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയത്. ഡാഷ് മോനെ രേവന്ത മറുപടി വരുന്നുണ്ട് എന്നായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത്. രേവന്ത് റെഡ്ഡി മുഖ്യമന്ത്രി എന്ന നിലയിൽ മര്യാദ കാണിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. രേവന്ത് റെഡ്ഡിയുടെ ആരോപണങ്ങൾക്ക് ഇപ്പോൾ സമയമില്ലാത്തതിനാൽ മറുപടി പറയുന്നില്ല. ഡാഷ് മോനെ രേവന്ത മറുപടി വരുന്നുണ്ടെന്ന് മാത്രമേ പറയുന്നുള്ളൂ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി തെലങ്കാനയുടെ വികസനത്തിൽ നേരിട്ടുള്ള ചർച്ചയ്ക്ക് തയ്യാറാണെന്നും തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി പറഞ്ഞിരുന്നു. മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള കത്ത് രേവന്ത് റെഡ്ഡി പുറത്തുവിട്ടു. കത്തിൽ കോൺഗ്രസ് ഭരണത്തിലെ തെലങ്കാനയിലെ വികസനം കേരളത്തിലെ വികസനവും താരതമ്യം ചെയ്യാൻ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. നീ പോനെ വിജയൻ എന്ന് വിളി അദ്ദേഹം കത്തിലും ആവർത്തിച്ചിരുന്നു. ഇതേ തുടർന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത്തരത്തിൽ ഡാഷ് മോനെ എന്ന് പറഞ്ഞ് മറുപടി നൽകിയത്. എന്തായാലും ഇത് വലിയ വിവാദമായതാണ്. ഒരുപാട് പേർ പ്രതികരിക്കുകയുണ്ടായി. മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് അത്തരത്തിൽ ഡാഷ് മോനെ വിളി പാടില്ലായിരുന്നു എന്നതടക്കമുള്ള വിമർശനങ്ങൾ ഉയർന്നതാണ്. രേവന്ത് റെഡ്ഡിക്കുള്ള മറുപടിയാണ് ഈ തിരഞ്ഞെടുപ്പിൽ വരാൻ പോകുന്നത് എന്നതടക്കമുള്ള വെല്ലുവിളികളൊക്കെ നിലനിൽക്കവെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പിന്തുണ തേടി രേവന്ത് റെഡ്ഡി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. മാത്രമല്ല, നിരന്തരം ശമ്പളവും പെൻഷനും നിരന്തരം മുടക്കുന്ന ഒരു സർക്കാരിനെ നയിക്കുന്ന മുഖ്യമന്ത്രിയിൽ നിന്ന് കേരളത്തിൽ നിന്ന് ഒന്നും പഠിക്കാനില്ലെന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിന് രേവന്ത് റെഡ്ഡിക്ക് മറുപടി നൽകിയത്. കേരളത്തിൽ നിന്ന് രേവന്ത് റെഡ്ഡിക്കാണ് ഭരണ നിർവഹണത്തിന്റെ പാഠങ്ങൾ പഠിക്കാനുള്ളത്. ജനക്ഷേമ മാതൃകകളെക്കുറിച്ച് പഠിക്കാൻ തെലങ്കാന മുഖ്യമന്ത്രി കേരളത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നുവെന്നും മുഖ്യമന്ത്രി സമൂഹ മാധ്യമത്തിൽ കുറിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.